ദേവരാജഗൌഡ മർഡർ കേസിൽ പ്രമുഖ ബിസിനസ്മാനും ഇസം ഗ്രൂപ്പ് ചെയർമാനുമായ ശങ്കർ മഹാദേവൻ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചു. അഡ്വക്കേറ്റ് ഡെവിൽ ജോൺ ആയിരുന്നു ശങ്കർ മഹാദേവന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ടിവിയിലെ വാർത്തയിലേക്ക് നില ഒന്നുകൂടി ശ്രദ്ധ കൊടുത്തു. ഡേവിഡ് ഈ കേസ് ജയിച്ചു എന്നറിഞ്ഞപ്പോൾ അവളുടെ രോമം എഴുന്നേറ്റ് ഡിസ്കോ കളി തുടങ്ങി. കാരണം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു അത്. സന്തോഷം കൊണ്ട് അവൾ ഡേവിഡിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. 2-3 റിംഗ് ചെയ്തപ്പോഴേക്കും ഡേവിഡ് കോൾ അറ്റൻഡ് ചെയ്തു. നിലാവേ, ആ വിളി കേട്ടതും നിലയുടെ മുഖത്ത് പ്രണയത്തിൽ ചാലിച്ചൊരു പുഞ്ചിരി മുട്ടിട്ടു. എവിടെയാ? നില കൊഞ്ചലോട് ചോദിച്ചു. ഓൺ ദി വേ ആണ്. ഇച്ച എവിടെ? അവള് പടം വരയ്ക്കുക. ഇച്ച എന്തെങ്കിലും കഴിച്ചോ? നില, ഒരു മിനിറ്റേ, ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം. ഡോക്ടർ നിരഞ്ജൻ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കണ്ട് പിരിഞ്ഞതാണല്ലോ. എന്താണാവോ കാര്യം എന്നും പറഞ്ഞു ഡേവിഡ് ആ നിമിഷം കോൾ അവസാനിപ്പിച്ചു. ഡേവിഡിന്റെ കോൾ ഡിസ്കണക്റ്റ് ആയ നിമിഷം നില ടിവിയും ഓഫ് ചെയ്ത് 4 വയസ്സുകാരിയായ തങ്ങളുടെ മകൾ ഇവാ നക്ഷത്ര എന്ന ഇച്ചുവിന്റെ മുറിയിലേക്ക് നടന്നു. അവൾ കിഡ്സ് റൂമിലെ ബെഡിലിരുന്ന് പടം വരയ്ക്കുകയായിരുന്നു. നില മുറിയിലേക്ക് കയറി വരാൻ നേരത്താണ് ഇച്ചു ആരുമായോ സംസാരിക്കുന്നത് നില കേൾക്കുന്നത്. ഇവൾ ആരോടായി സംസാരിക്കുന്നത് നില മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുറിയുടെ അകത്തെത്തി. നില അകത്തേക്ക് വന്നപ്പോഴേക്കും ഇച്ചു സൈലന്റായി നല്ല കുട്ടിയായി തന്റെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നുണ്ട്. തന്നെ സംശയത്തോടെ നോക്കുന്ന അമ്മയെ കണ്ട് ഇച്ചു മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കാര്യം തിരക്കി. ഇച്ചു, നീ ഇപ്പൊ ആരോടാ സംസാരിച്ചത്? അവളുടെ അരികിൽ വന്നിരുന്നോണ്ട് നില ചോദിച്ചു. ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ മമ്മ, ഇച്ചു കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ലേ, പക്ഷെ ഞാൻ കേട്ടതയച്ചു. ഇച്ചു, നീ മമ്മയുടെ ഫോൺ എടുത്തായിരുന്നോ? ഇല്ല മമ്മ, ഞാൻ ഫോണും എടുത്തില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. ഇച്ചു അതും പറഞ്ഞുകൊണ്ട് തന്റെ ചിത്രരചനയിലേക്ക് ശ്രദ്ധ കൊടുത്തു. അന്നേരമാണ് നില അവൾ വരച്ച പടം ശ്രദ്ധിക്കുന്നത്. ഒരു പട്ടിയുടെ പടമായിരുന്നു അവൾ വരച്ചത്. ആ പടം കണ്ടതും നില ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു. ജീവൻ തുടിക്കുന്ന ജിമ്മിയുടെ പടം കണ്ട നില ഭയത്തോടെ ആ പടത്തിലേക്കും ഇച്ചുവിനെയും മാറി മാറി നോക്കി. ഒരു 4 വയസ്സുകാരിയെ അത്രയും മനോഹരമായി വരയ്ക്കാൻ പറ്റുമോ? നില ചിന്തിച്ചു. ഇത്രയും നാളത്തെ തന്റെ സംശയങ്ങൾ സത്യമായിരുന്നു. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നുള്ള തന്റെ തോന്നൽ അപ്പോൾ ശരിയായിരുന്നോ? നില ചിന്തിച്ചു. വാട്ട് ഹാപ്പൻ മമ്മ? ഇച്ചുവിന്റെ ചോദ്യമാണ് നിലയെ ചിന്തയിൽ നിന്നുണർത്തിയത്. ഒന്നുമില്ല. ഇച്ചു, നീ ആരെയാ വരച്ചേ? ഡോറയോ? അതേ പൊന്നുമോളെ, നീ ഉണ്ടാവുന്നത് വരെ ഡോറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുക എൻ്റെ ഒരു ഹോബി ആയിരുന്നു. അതുകൊണ്ട് ഈ പട്ടിയെ കാണിച്ച ഡോറയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ പപ്പ സമ്മതിച്ചു തരുമായിരിക്കും. പക്ഷേ ഞാൻ സമ്മതിച്ചു തരില്ല. നീല അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ ഈ മമ്മ, ഇതേ ആ ഡോറല്ല. ഇന്നലെ നമ്മൾ കണ്ട മൂവിയില്ലേ, അതിലെ ഡോറയാ. അയ്യേ, ഈ മമ്മക്ക് ഒന്നും അറിയില്ല. അതും പറഞ്ഞ് ഇച്ചു ചിരിക്കാൻ തുടങ്ങി. ശേഷം അവൾ തൻ്റെ പ്രവൃത്തി തുടർന്നു. നില കൂടുതലൊന്നും പറയാതെ മുറിവിട്ടിറങ്ങി. അതിനിടയിൽ സംശയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ഇച്ചു ആർക്കോ ഹൈഫൈ കൊടുക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ ഹൈഫൈ സ്വീകരിക്കുന്ന വ്യക്തിയെ നിലയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. നില വർദ്ധിച്ചു വന്ന നെഞ്ചെടുപ്പോടെ ധൃതിയിൽ സ്റ്റെയറും കയറി അവിടെ ഉപയോഗിക്കാത്ത ഒരു മുറിയിലേക്ക് നടന്നു. ശേഷം വാർഡ്രോബ് തുറന്നു. അതിൽ നിന്നും ഓജോ ബോർഡ് കയ്യിലെടുത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നിന്നു. ഉള്ളിലൂറിയ ഭയത്തെ മറികടന്നു അവൾ ഓജോ ബോർഡ് കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ശേഷം അവൾ രണ്ടും കൽപ്പിച്ച് മുറി മുഴുവൻ ഇരുട്ടാക്കി. ഓജോ ബോർഡ് തുറന്നു വെച്ച് 3-4 മെഴുകുതിരിയൊക്കെയും കത്തിച്ചു. ഒരു കോയിൻ എടുത്ത് അതിൻ്റെ മധ്യത്തിൽ വെച്ചു. ഓജോ ബോർഡ് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഉള്ളിൽ ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും ഗോസ്റ്റ് ജിമ്മിയുടെ ആണല്ലോ എന്ന ധൈര്യത്തിൽ അവൾ കോയിനിൻ്റെ മേലെ തൻ്റെ ചൂണ്ടുവിരൽ വെച്ച് ആത്മാവിനെ വിളിക്കാൻ തുടങ്ങി. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. അങ്ങനെ 4-5 പ്രാവശ്യം വിളിച്ചു. അടുത്ത നിമിഷം മുറി മുഴുവൻ ഭീതി പരത്തിക്കൊണ്ട് മുറിയിലെ കർട്ടനുകളൊക്കെയും പാറി പറക്കാൻ തുടങ്ങി. അതോടൊപ്പം കത്തിച്ചു വെച്ച മെഴുകുതിരികളിൽ ഒരെണ്ണം അണഞ്ഞു. നില ഒരുതരം ഭയത്തോടെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അന്നേരം കോയിൻ തനിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. കോയിൻ ചെന്ന് നിൽക്കുന്ന ഓരോ അക്ഷരങ്ങളും നില നോട്ട് ചെയ്തു. MEGHNA, മേഘ്ന. ലെറ്റേഴ്സ് കൂട്ടി വായിച്ച നില വർദ്ധിച്ചു വന്ന നെഞ്ചെടുപ്പോടെ പിന്നിലോട്ട് ചുവടുകൾ വെച്ച് ഡോറും തുറന്ന് ഒരൊറ്റ ഓട്ടായിരുന്നു. നില ധൃതിയിൽ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് എത്തിയതും ആരുടെയോ ദേഹത്ത് തട്ടി അവളുടെ ഓട്ടം അവസാനിച്ചു. വിളറിയ മുഖത്തോടെ നില തല ഉയർത്തി നോക്കിയതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഡെവിയാണ് അവൾ കാണുന്നത്.
അടുത്ത നിമിഷം നില വിതുമ്പലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീഴുകയായിരുന്നു. നിലയുടെ മുഖത്താകമാനം വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ടെന്ന്. നിലാവേ, എന്ത് പറ്റിയടാ? എന്തിനാ നീ കരയുന്നേ? നില നില എന്താ കാര്യം? ഡെവി അവളുടെ പുറം തട്ടിക്കൊടുത്തുകൊണ്ട് ഓരോന്ന് ചോദിച്ചു. നില മറുപടി ഒന്നും പറയാതെ ഡെവിയെ ഒന്നുകൂടെ ഇറുകെ പുണർന്നു. നില, ഇച്ചു എവിടെ? ഡേവിഡ് അത് ചോദിച്ചപ്പോഴേക്കും ഇച്ചു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. പപ്പേ, മമ്മക്ക് എന്നാ പറ്റിയതാ? ഇച്ചു നിലയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നും അറിയില്ലടാ കുഞ്ഞാ. ഡേവി നിലയും കൊണ്ട് തൊട്ടരികിലെ സെറ്റിയിൽ വന്നിരുന്നു. നിലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ കുറച്ചു നേരം അതുപോലെ ഇരുന്നു. അപ്പോഴും നില ശരിക്കും കിതയ്ക്കുന്നുണ്ടായിരുന്നു. തൊട്ടരികിൽ ഇച്ചു ഉണ്ട്. ഇച്ചു, മമ്മക്ക് എന്നാ പറ്റിയതാ? മോള് കണ്ടായിരുന്നോ? അറിയില്ല പപ്പ. നില, നീ ഇവിടെ ഇരിക്കെ, ഞാൻ വെള്ളം എടുത്തേച്ച് വരാം. ഡേവി അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും നില അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം പൂഴ്ത്തി. പപ്പേ, വെള്ളം ഞാൻ എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് നടക്കാനൊരുങ്ങി ഇച്ചുവിനെ നില പിടിച്ചു നിർത്തി. വേണ്ട, എനിക്ക് വെള്ളമൊന്നും വേണ്ട. രവിചായ, നമുക്കിവിടെ നിന്ന് പോവാം. ഇച്ചായ, എനിക്കിവിടെ പേടിയാ. ഇവിടെ നിറയെ പ്രേതങ്ങളാ. എനിക്ക് പേടിയാ. ഞാൻ കണ്ടതാ. അവളെന്നെ കൊല്ലും. ഇച്ചായ, എനിക്ക് പേടിയാ. നില ഡേവിയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി ഏങ്ങി കരഞ്ഞതും ഡേവിഡ് സാവധാനത്തിൽ അവളോട് കാര്യങ്ങൾ തിരക്കി. അന്നേരം നില നടന്ന സംഭവങ്ങളൊക്കെയും അവനോട് പറഞ്ഞു. പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഡേവിഡ് നിലയെയും കൂട്ടി പാലമറ്റത്തേക്ക് തിരിച്ചു. വീടും പൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്ന വേളയിൽ ഇച്ചുവിൻ്റെ കണ്ണുകൾ മഞ്ഞ വസന്തം തീർത്തുകൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ടെക്കോമ ചെടിയിലായിരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴുള്ള അവളുടെ മുഖത്തെ വാട്ടം നില ശ്രദ്ധിച്ചിരുന്നു. ഇതേ സമയം SM വില്ലയിൽ ശങ്കർ മഹാദേവനെ കേസിൽ നിന്നും വെറുതെ വിട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവിടെ എല്ലാവരും. ശങ്കർ മഹാദേവനും ഭാര്യ രേഖയും മക്കളായ നിരഞ്ജനും വിഹാനും മരുമക്കൾ വർഷയും മേഘയും കൊച്ചുമക്കളായ മിഴിയും ഇതളും ഒരുമിച്ചിരുന്ന് ശങ്കർ മഹാദേവന്റെ കൈകൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ മന്തി കഴിച്ചു അന്നത്തെ ആഘോഷങ്ങൾക്ക് വിരാമമിട്ടു. മിത്തു ഇന്നും അവരുടെ സമയമാകുമ്പോഴേക്കും ഉറങ്ങി. വീടിന്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും ഏറെ നാളത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇതേ സമയം വർഷമേഘമാർ വർഷയുടെ മുറിയിലെ സെറ്റിയിലിരുന്ന് ഫോണിൽ കൊത്തുന്നുണ്ട്. അമ്മു, നീ ആ സമാധി ന്യൂസ് നോക്കിയോ? മേഘ വർഷയെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു. ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിരുന്നു. നമുക്ക് അമ്മാതിരി ന്യൂസിനോട് താല്പര്യം കുറവാണേ, അതുകൊണ്ടേ ഞാനത് കൂടുതൽ നോക്കാൻ പോയില്ല. വർഷ തൻ്റെ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. അതിന് ആ ന്യൂസ് ആര് കണ്ടു? OV ആൽഫ്രഡ്, നമ്മുടെ ചുള്ളൻ കളക്ടർ. അങ്ങേരെ കണ്ടപ്പോൾ കേരളം പോലും വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയില്ലേ? ഈ എന്തൊരു ഗ്ലാമറാ! പണ്ടൊക്കെ ഈ സിനിമയിലൊക്കെ മാത്രമേ മൊഞ്ചുള്ള പോലീസുകാരെയും കളക്ടർമാരെയും കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ദൈവം IASകാർക്കും IPSകാർക്കും മൊഞ്ച് മൊത്തം വാരിക്കോരി കൊടുത്തേക്കുക. ഇതിൻ്റെ കമൻസ് കണ്ട മൊത്തം നമ്മളെ പോലുള്ള പെടക്കോഴികളാ. ഈ പെൺപിള്ളേരെ പറഞ്ഞിട്ടും കാര്യമില്ല, ആർക്കായാലും ക്രഷ് അടിച്ചു പോകൂലേ? ഛേ, പുല്ല്, ഒന്ന് കെട്ടിപ്പോയില്ലേ ഒരു കൊച്ചുമായി. ഛേ, ഇല്ലല്ലോ, ഒരു കൈ നോക്കായിരുന്നു. നമ്മൾ കെട്ടുന്ന സമയത്തെ ഇതുപോലുള്ള ചെക്കന്മാരെയൊന്നും കണ്ടില്ലല്ലോ. എൻ്റെ OV ആൽഫ്രഡ്, താങ്കളെ ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. മേഘ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നൂസ, ഒന്ന് പതുക്കെ പറ. കണ്ണേട്ടം കേട്ടാ നീ എപ്പോൾ സമാധിയായി എന്ന് ചോദിച്ചാൽ മതി. വർഷ അവളെ വാ പൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അങ്ങേരോടൊന്ന് പോവാൻ പറ. സൗന്ദര്യം അത് ആസ്വദിക്കാനുള്ളതാ. ഇന്നത്തെ കാലത്തെ ക്രഷ് അടിക്കുക ഒരു നാട്ടു നടപ്പാണ്. അതിപ്പോൾ കെട്ടിയാലും കെട്ടിയില്ലേലും കണക്കാ. ഒരു IASകാരനെ കെട്ടണമെന്നതേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. നീ ആ ഡോക്ടറെ പ്രേമിച്ചതുകൊണ്ടല്ലേ എനിക്ക് ആ ചെകുത്താനെ കെട്ടേണ്ടി വന്നേ. ഇതേ സമയം വിഹാനും നിരഞ്ജനും മുറിയുടെ വാതിൽക്കൽ നിന്ന് മാറിൽ കൈ പിണഞ്ഞു കെട്ടിക്കൊണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു വിഹാൻ ശങ്കർ കെട്ടിയോനാണത്ര കെട്ടിയോൻ. എനിക്ക് പണി തരാൻ വേണ്ടി മാത്രം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാ. നിനക്കറിയോ അമ്മു, കഴിഞ്ഞ ദിവസം എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നതിനെ ആ കെട്ടിയോൻ തണ്ടിയെ എന്നെ പറയാത്ത ചീത്തയില്ല. മനുഷ്യന്മാരായ തെറ്റ് പറ്റും എന്ന് വെച്ച് പണിഷ്മെന്റ് തരിക അത് ശരിയാണോ? ഹേയ്, അത് ശരിയല്ല, വർഷ പറഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ചേട്ടനെ അനിയനെ ഡിവോഴ്സ് ചെയ്ത് OV ആൽഫ്രഡിന് ചേട്ടനോ അനിയനോ ഉണ്ടോയെന്ന് നോക്കിയാലോ? മേഘ പറഞ്ഞത് കേട്ട് വർഷ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. അയ്യോ, അപ്പം എൻ്റെ അച്ചേട്ടൻ തനിച്ചാവില്ലേ? എനിക്ക് അച്ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നീ വേണേ ആൽഫ്രഡിൻ്റെ കൂടെ പോയിക്കോ. എനിക്കേ എൻ്റെ ഡോക്ടർ മതി. അന്നേരാണ് മേഘ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന വിഹാനെയും നിരഞ്ജനെയും കാണുന്നത്. എൻ്റെ കണ്ണ, നീ എൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്നാണോ എന്നും മനസ്സിൽ പറഞ്ഞു മേഘ അവനെ കാണാത്ത പോലെ വർഷയുടെ നേരെ തിരിഞ്ഞു. യെസ് അമ്മു,
നീ എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഭാര്യമാരായ ഇങ്ങനെ വേണം. നീയും എന്നെപ്പോലൊരു സത്യസന്ധയായ ഭാര്യയാണ്. എനിക്കും എൻ്റെ കണ്ണേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പുള്ളിക്കാരന് എന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്നോ, അത് മാത്രമോ, എന്തൊരു കെയറിങ്ങാ. എൻ്റെ ഭാഗ്യ എൻ്റെ കണ്ണേട്ടൻ. മേഘ പെട്ടെന്ന് മറുകണ്ഠം ചാടിയത് കണ്ടതും ഇവൾക്ക് പെട്ടെന്ന് ഇതെന്ത് പറ്റിയാവോ വർഷ ചിന്തിച്ചു. അന്നേരാണ് വിഹാനെയും നിരഞ്ജനെയും വർഷ കാണുന്നത് പോലും. രണ്ടുപേരും തങ്ങളെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ നിരഞ്ജനും വിഹാനും മുറിക്കകത്തേക്ക് വന്നു. അയ്യോ ദേ കണ്ണേട്ടൻ, ഞാൻ കണ്ണേട്ടനെ കുറിച്ച് പറഞ്ഞതാ, ദേ നാക്ക് വായിലേക്ക് ഇട്ടിട്ടില്ല. 100 വയസ്സാൻ്റെ കണ്ണേട്ടന്. മേഘ വിഹാനെ നോക്കി ഇളിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. മതി മതി, നീ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അച്ചു, ഈ കോഴിത്തരത്തിനുള്ള എന്തേലും മരുന്ന് നിനക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ കോഴിക്കുഞ്ഞിനെ കൂട്ടിലടച്ചതാണല്ലോ, പിന്നെയും പുറത്ത് ചാടിയോ? കണ്ണ, നല്ല ബെസ്റ്റ് മരുന്നുണ്ട്. നീ കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് അടിച്ചാൽ മതി. ഇതോടെ ഇവളുമാരുടെ സൂക്കേട് ശരിയായിക്കോളും. അത് പറയുമ്പോൾ നിരഞ്ജൻ വർഷയെ നോക്കാനും മറന്നില്ല. അതെ, അതിന് അച്ചേട്ടൻ എന്തിനാ എന്നെ നോക്കുന്നേ? നിങ്ങളെ കെട്ടിയ ശേഷം എനിക്ക് ആരോടും ക്രഷ് അടിച്ചിട്ടൊന്നുമില്ല. അല്ല പൊന്നൂസേ? ആർക്കറിയാം, നാളെ ഇപ്പം ആ ഡേവിഡ് ജോൺ ഇങ്ങോട്ട് വന്നാ രണ്ടും കൂടി അവനെയും വായി നോക്കി കൊല്ലായിരിക്കും. നിരഞ്ജൻ പറഞ്ഞുപോയി. ആ വക്കീൽ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എങ്കിൽ നാളെ ഞാൻ വായി നോക്കി മരിക്കും. മേഘ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. ഇത് കേട്ട് വിഹാൻ പല്ല് ഞെരിച്ചുകൊണ്ട് അവളെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് മേഘ ജീവനും കൊണ്ട് ഓടി. ഡി തീപ്പട്ടിക്കൊള്ളി, അവിടെ നിൽക്ക്, നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വിഹാൻ അവളുടെ പിന്നാലെ ഓടി. അവർ പോയതും നിരഞ്ജൻ ഡോറും ക്ലോസ് ചെയ്ത് വർഷയുടെ അരികിലേക്ക് നടന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ നോട്ടം കണ്ടതും വർഷ അവൻ്റെ കാലിന് മുകളിൽ കയറി നിന്നു. കഴുത്തിൽ കൈയിട്ട് വട്ടം ചുറ്റിപ്പിടിച്ചു. നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. ഉറങ്ങണ്ടേ? അവൻ്റെ മൂക്കിൽ മൂക്കൂറിന് രസിക്കൊണ്ട് വർഷ ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറയാതെ അവളുടെ ചുണ്ടിൽ നേർമയായി മുത്തി. നാളെ ഹോസ്പിറ്റലിൽ പോവണ്ടേ? അതിനും മറുപടി ഇല്ലായിരുന്നു. പകരം അവളുടെ കവിളിൽ അവൻ ചുണ്ടമർത്തി. എന്താണ് ഡോക്ടർ സാറിന് ഇന്നൊരിളക്കം? വർഷയുടെ ചോദ്യത്തിന് മറുപടിയായി അവളുടെ കാതോരം മുഖമുരസി അവൻ ഇക്കിളി കൂട്ടി. അച്ചേട്ടാ, അവൾ വിറയലോടെ വിളിച്ചു. അന്നേരം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു. അച്ചേട്ടാ, അവൻ്റെ മുടിയിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ വിളിച്ചു. അവൻ്റെ വികാരങ്ങളുടെ കെട്ടടിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ആ വിളി. ആ നിമിഷം അവൻ അവളിൽ നിന്നും അടർന്നു മാറി അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. ഇതേ സമയം മുറിയിലെത്തിയ വിഹാൻ മേഘയെയും പൊക്കിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. വെള്ളം നിറച്ചു വെച്ച ബാത്ടബിലേക്ക് അവളെ പൊക്കിയെടുത്തിട്ടതും വെള്ളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി മുഖം അമർത്തി തുടച്ചു. ചുണ്ടു പിളർത്തി മേഘ അവനൊന്ന് നോക്കി. അവൾ ടബിൽ നിന്നും എഴുന്നേറ്റ ശേഷം ഹാൻഡ് ഷവർ എടുത്ത് അവൻ്റെ മേലേക്ക് വെള്ളം ചീറ്റി. അവനെയും മൊത്തത്തിൽ നനച്ചു. വിഹാൻ അവളെ കൂർപ്പിച്ചു നോക്കി അവളെയും കെട്ടിപ്പിടിച്ചു നിന്ന് ഷവർ ഓൺ ചെയ്തു. ഇരുവരെയും ഒന്നുകൂടെ നനയിച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങി. ഇതേ സമയം പാലമറ്റത്ത് ഇച്ചുവിനെ ഉറക്കുമായിരുന്നു നില. ഇച്ചുവിൻ്റെ ഇടതുവശം ഡെവിയും വലതുവശം നിലയുണ്ട്. നിലാവേ, ഇനി എന്നും ഇവിടെ കൂടാം എന്നാണോ നിന്റെ ഉദ്ദേശം? എന്നും ഇവിടെ വന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് പ്രൈവസി കിട്ടണമെങ്കിലേ അത് കുരിശിങ്ങ തന്നെ എത്തണം. ഡേവിഡ് ഇച്ചുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കുരിശിങ്കൽ പോലും എൻ്റെ ഇച്ഛായ, അത് ഭാർഗവി നിലയാണ്. ഭാർഗവി നിലയം. ഡി, എൻ്റെ തറവാടിന് ട്രോളുന്നോ? അല്ല, നിന്നോട് ആരാ പറഞ്ഞത് കണ്ണിൽ കണ്ട പ്രേതത്തെയൊക്കെ വിളിച്ചു വരുത്താൻ? എനിക്കറിഞ്ഞോ അവിടെ ആത്മാക്കളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ടെന്ന്. എന്തായാലും ഇനി ഞാൻ അങ്ങോട്ടില്ല. പ്രൈവസി വേണേ നിങ്ങൾ വേറൊരു വീട് അന്വേഷിക്കേ. തൻ്റെ മാറോട് ചേർന്ന് ഉറങ്ങുന്ന ഇച്ചുവിനെ മാറ്റിക്കിടത്തിയോണ്ട് നില പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ എന്തായാലും നമുക്ക് ശങ്കർ സാറിൻ്റെ വീട്ടിൽ പോയി. വീട്ടിലൊരു പാർട്ടിയുണ്ട്. അവിടെ തൊട്ടരികിൽ ഒരു വീട് വിൽക്കുന്നുണ്ട്. നമുക്ക് ആ വീട് വാങ്ങിച്ചേ കുറച്ച് നാൾ അവിടെ അങ്ങ് കൂടിയാലോ? ഇനിയിപ്പോൾ അവിടെയും വല്ല പ്രേതങ്ങളുണ്ടാവില്ലെന്ന് ആര് കണ്ടു? എന്നിട്ടാണല്ലോ അവർ ആ വീട് വിൽക്കുന്നത് പോലും. എടീ, ഇത് പുതിയ വീടാ. SK ബിൽഡേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാ. അവിടെ ഒരു പ്രേതവും കാണില്ല. കണ്ടറിയാം. നില പിറുപിറുത്തു. അതൊക്കെ നമുക്ക് പിന്നെ അറിയാം. ആദ്യം ഞാൻ നിന്നെ ഒന്ന് അറിയട്ടെ. നീ വന്നേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്തിനാ? വേണ്ട, സാർ അവിടെ കിടന്നാൽ മതി. എനിക്ക് വയ്യ ഉറക്കം കളയാൻ. അല്ലേലും ആ പ്രേതത്തെ കണ്ട ഹാങ് ഓവറിൽ എനിക്കിന്ന് റൊമാൻസ് ഒന്നും വരില്ലെന്ന് നില പുതപ്പെടുത്ത് മുഖത്തോടെ പുതച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് റൊമാൻസ് വരുന്നില്ലേ? വേണ്ട, എനിക്ക് നല്ലോണം റൊമാൻസ് വരുന്നുണ്ട്. ഡേവിഡ് അവളുടെ കാലിനടിയിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ദേ വക്കീലെ, കളിക്കല്ലേ. എങ്കിൽ ആ പുതപ്പ് മാറ്റ്, എന്നിട്ട് ഇങ്ങോട്ട് നോക്ക്.
ഇക്കിളി സഹിക്കാനാവാതെ നില തോൽവി സമ്മതിച്ചു. അവൾ പുതപ്പെടുത്തു മാറ്റി.